ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒരേ പേരായതാണ് ഞങ്ങൾക്ക് അഭിമാനമായതെന്ന് കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലും പത്മശ്രീ പുരസ്കാര ജേതാവുമായിരുന്ന കലാമണ്ഡലം സത്യഭാമയുടെ മകൻ വേണാട്ട് വേണുഗോപാലൻ പറഞ്ഞു. മുമ്പ് അമ്മയെക്കുറിച്ചും അച്ഛൻ കഥകളി കലാകാരൻ കലാമണ്ഡലം പത്മനാഭൻ നായരെ കുറിച്ചും ഇവർ മോശമായി പറഞ്ഞിട്ടുണ്ട്. മോഹിനിയാട്ടം കലാകാരി സത്യഭാമയുടെ വിവാദ പരാമർശത്തെ കുറിച്ച് കേട്ടപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ശരിയായിട്ടുള്ള വിഷമം എന്താ വെച്ചാൽ രണ്ടുപേരും പേരൊന്നായി പോയി എന്നുള്ളതാണ്. അമ്മ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്നാണ് പറയുക. ഒരുപാട് കാലം കലാമണ്ഡലത്തിൽ പഠിച്ച് ഒരു 40 കൊല്ലത്തോളം അധ്യാപികയായിട്ട് അവിടുന്ന് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. മോഹിനിയാട്ടത്തിൽ ഒരുപാട് പുതിയ ഇനങ്ങൾ ചിട്ടപ്പെടുത്തി അതിൻ്റെ അഭിനയ സമ്പ്രദായത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ പുതിയ ഒരു എന്താ പറയുക കലാമണ്ഡലം ശൈലിയിലുള്ളൊരു മോഹിനിയാട്ടം എന്നുള്ള ഒന്നിനെ രൂപപ്പെടുത്തിയ ആളാണ് അമ്മ. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അമ്മ ഒരു ഇതും തരക്കേടില്ലാത്തൊരു പേരൊക്കെ ആയിട്ട് കലാമണ്ഡലത്തിൽ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഈ വിവാദം ഉണ്ടാക്കുന്ന ആളുടെ പേര് അതേ പേരായിപ്പോയി. അതാണ് നമ്മുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളെ തെറ്റിദ്ധരിക്കുന്നത്. അമ്മ 2015 മരിച്ചുപോയി. അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഈ രണ്ടും ഒരാൾ തന്നെയാണത്. അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് ആ കൂട്ടിയുള്ളത്. മുമ്പ് ഇവർ 2018-19 ആ കാലത്ത് കലാമണ്ഡലത്തിൻ്റെ കമ്മിറ്റി എനിക്ക് തോന്നുന്നത് സിൻഡിക്കേറ്റോ എന്തോ പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അതിലെന്തെങ്കിലും മെമ്പറായിരുന്നു. ആ സമയത്ത് അച്ഛനെയും അമ്മയും പറ്റി ഒരു അടിസ്ഥാനരഹിതമായിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അന്ന് കലാമണ്ഡലത്തിൻ്റെ ഇതിൽ നിന്ന് അവർ പുറത്താക്കിയതാണ്. കലാമണ്ഡലത്തിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് അവർ പുറത്താക്കിയതാണ്. കറുപ്പ് വെളുപ്പായാലൊന്നും എനിക്കൊരു വിശ്വാസമില്ല. ഇയാൾക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് ഉണ്ടാവുന്ന ആളുകൾ അതിനെ പരിശീലനത്തിൽ കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ, ഒന്ന് വികസിപ്പിച്ചെടുത്താൽ അവർ നല്ല കലാകാരന്മാരാവും. അതുപോലെ നൃത്തത്തിനും എല്ലാറ്റിനും ജന്മസിദ്ധമായിട്ടുള്ളൊരു വാസന ഉണ്ടാവും. അതിലുള്ളവരെ പരിശീലിപ്പിച്ച് കൂടുതൽ നല്ലൊരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ കറുപ്പ് നിറവും വെളുപ്പ് നിറവൊന്നും ബാധകമല്ല. അതിപ്പോൾ അവരെന്തൊക്കെയോ പറയണമെന്ന് പാടുള്ളൂ. നമുക്കതിലൊന്നും യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ യാതൊരു താല്പര്യമില്ല. അമ്മ ഈ കറുപ്പും വെളുപ്പും നോക്കിയില്ല. അമ്മയ്ക്ക് സ്വഭാവമായിരുന്നു. അമ്മ ശരിക്കും കുട്ടികളുടെ അമ്മയെ പോലെയാണ് പെരുമാറിയിരുന്നത്. അത് അമ്മയുടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ, അമ്മയുടെ ആദ്യകാലത്തുള്ള ശിഷ്യർ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ അമ്മയുടെ സ്വന്തം മക്കളുടെ പോലെ ഉള്ളൊരു പെരുമാറ്റമാണ് അമ്മ അങ്ങോട്ട് കൊടുത്തത്. അവരിപ്പോഴും അതെ. അവരിപ്പോൾ അമ്മയുടെ പേരിലൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ അവരെല്ലാവരും വളരെ ഉത്സാഹത്തോടുകൂടി മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെയും അവനവൻ്റെ അമ്മയെ പോലെ തന്നെ അമ്മയെ കാണുന്നത്. അമ്മയുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ആചാര്യൻ എന്നൊക്കെ പറയില്ല. ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആചരിച്ച് കാണിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വെറുതെ പറയല്ല. അങ്ങനെ കാണിച്ചു കൊടുത്താൽ ജീവിതത്തിലും കളരിയിലായാലും അരങ്ങിലായാലും ജീവിതത്തിലായാലും ഒരു മാതൃകയായിട്ട് പെരുമാറിയിട്ടുള്ള ആളാണ് അച്ഛനും അമ്മയും, പത്മനാഭൻ നായരാശാനും സത്യഭാമ ടീച്ചറും. അതിപ്പോൾ അവരോട് ശിഷ്യരോട് ചോദിച്ചാലും അതറിയും. ഇവരെന്താ അങ്ങനെയൊക്കെ പറഞ്ഞു പോകണം എനിക്കറിയില്ല. ഈ പ്രസിദ്ധി രണ്ട് സുപ്രസിദ്ധി ഉണ്ട്, കുപ്രസിദ്ധി ഉണ്ട്. ഇതിപ്പോൾ ഏത് പ്രസിദ്ധിയാണെന്നൊക്കെ അവർ തീരുമാനിച്ചാൽ മതി. വിവാദ പരാമർശം നടത്തിയവർ എന്തൊക്കെയോ പറയുന്നു എന്നത് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ടെന്നും വിവാദങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുമ്പ് വെളിപ്പെടുത്താതിരുന്നതെന്നും വേണാട്ട് വേണുഗോപാലൻ പറഞ്ഞു. പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് വേണാട്ട് വേണുഗോപാലൻ. കുട്ടികളെ കറുപ്പും വെളുപ്പുമായി വേർതിരിച്ച് കാണരുതെന്നും മത്സരവേദിയിലെ വിധികർത്താക്കളോട് ചോദിക്കുന്നത് ആകാരഭംഗിയെക്കുറിച്ചാണെന്നും നൂബ്ര ഡാൻസ് സ്കൂൾ മോഹിനിയാട്ടം അധ്യാപിക പ്രഭാഷിണി പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ കലയ്ക്ക് ഒരിക്കലും നിറവോ ഭംഗിയോ അതൊന്നും പ്രാധാന്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കറുത്ത കുട്ടികൾ ഡാൻസ് പഠിക്കാനേ പാടില്ലേ, കലാരംഗത്ത് വരാനേ പാടില്ലല്ലോ. കഴിവല്ലേ ഇതിൻ്റെയൊക്കെ മുഖ്യമായിട്ടുള്ളൊരു ആധാരം. അത് മൊത്തം ഒരു ആകാരഭംഗി പറഞ്ഞിട്ടുള്ളൊരു കോളാണല്ലോ വരുന്നത്. ആ വന്ന് സ്റ്റേജിന്മേൽ നിൽക്കുമ്പോഴുള്ള ഒരു എന്താ പറയുക അപ്പുള്ളൊരു, അല്ലാതെ ഇപ്പോൾ നമ്മുടെ ആ വ്യക്തിയുടെ നിറവോ ഇതൊന്നുമല്ലല്ലോ അവിടെ പ്രാധാന്യം. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഒട്ടും, ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഞാനൊട്ടും അതിനെ യോജിക്കുന്നില്ല. എപ്പോഴും അതിനൊരു കഴിവാണ് അതിനൊരു ആധാരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്.